ജീവനക്കാരുടെ കൂട്ടസ്ഥലം മാറ്റം സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും ആധിപത്യം സ്ഥാപിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. സ്ഥലം മാറ്റം ഭരണ സൗകര്യാർത്ഥമെന്ന് സർക്കാർ. കഴിഞ്ഞ സർക്കാരിന്റെ നയം പിന്തുടരില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം നാളെ പുറത്തിറക്കും. പ്രതിപക്ഷ ഉപനേതാവിൽ തർക്കിച്ച LDF. AKG സെന്ററിൽ എത്തി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. വിട്ടുവീഴ്ചയില്ലെന്ന് ഇരു പാർട്ടികളും. CPI നൽകുന്ന പ്രാധാന്യം CPIM നൽകണമെന്ന് ബിനോയ് വിശ്വം. തൃണമൂലിൽ ഭിന്നത അതിരൂക്ഷം. വിമതർക്ക് പിന്തുണയേറുന്നു. പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകും. 50-ലധികം MLA-മാർ ഇടഞ്ഞു. വിമത നീക്കം ഋതപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിൽ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ അധികാരമേൽക്കും. G പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. യതീന്ദ്രയ്ക്ക് പ്രധാന വകുപ്പുകളിലൊന്ന് ഉറപ്പാക്കി സിദ്ധരാമയ്യ. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. പടിഞ്ഞാറൻ കാറ്റിന് ശക്തി പ്രാപിച്ചു. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. നെടുമങ്ങാട് 1.5 വയസ്സുകാരനോട് കാട്ടിയത് കൊടും ക്രൂരത. കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് 50 മാരക മുറിവുകൾ. വാരിയെല്ലുകൾ തകർന്നു. ആന്തരിക അവയവങ്ങളും ക്ഷതമേറ്റു. കൊലപാതകത്തിന് 3 ആഴ്ച മുമ്പ് മുതൽ തുടർച്ചയായി ശാരീരിക പീഡനം. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവിന്റെ അറസ്റ്റ് 1 മാസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. നടപടി മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. കൊച്ചിയിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബറിന്റെ സെക്സ് റാക്കറ്റുമായി ഉള്ള ബന്ധം അന്വേഷിച്ചു പോലീസ്. അക്ബറിനെതിരെ പോക്സോ കേസും. അക്ബറിന്റെ ഹോട്ടലിലും പരിശോധന. ഹോട്ടൽ നടത്തിപ്പിൽ ദുരൂഹതയുണ്ട് എന്നും പോലീസ്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ. ഹർജി പരിഗണിക്കുന്നത് ആലപ്പുഴ സെഷൻസ് കോടതി. അന്വേഷണം നിർണായക ഘട്ടത്തിലെന്നും ജാമ്യം നൽകരുത് എന്നും SIT. ഇറാൻ ആക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവളത്തിൽ നാശനഷ്ടം. ടെർമിനൽ 1-ൽ മിസൈൽ അവശിഷ്ടം വീണു. നിരവധി പേർക്ക് പരിക്ക്. എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. ബഹ്റൈനിലേക്കും ആക്രമണം. ലെബനൻ ആക്രമണത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമെന്ന് സൂചന. താൽക്കാലിക വെടിനിർത്തലെന്ന ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളി ഇസ്രായേൽ. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നടപടി തുടരുമെന്ന് നെതന്യാഹു. നെതന്യാഹുവിനോട് അതിരൂക്ഷമായി പൊട്ടിത്തെറിച്ച് US പ്രസിഡന്റ്. പിലാത്തറ സ്വർണ്ണക്കവർച്ചയിൽ അടിമുടി ദുരൂഹത. സംഭവത്തിനു പിന്നിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെന്ന് പോലീസ്. കാറിൽ നിന്നും 1/2 കോടിയിലധികം രൂപ കവർന്നു. നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18.